യു.ഡി.എഫിൻ്റെ മലബാറിലെ പ്രചാരണം കൊഴുപ്പിക്കാൻ ഇന്ന് രാഹുൽ ഗാന്ധി എത്തേണ്ടിയിരുന്ന വേദിയാണ് എനിക്ക് പുറകിലുള്ളത്. നമുക്ക് കാണാം, വലിയ തരത്തിലുള്ള സന്നാഹമാണ് യു.ഡി.എഫ് ക്യാമ്പ് ഈ ഒരു ഇലക്ഷൻ പ്രചരണത്തിനായി ഒരുക്കിയിരുന്നത്. അതേസമയം തന്നെ സോണിയാഗാന്ധിയുടെ അസുഖത്തെ തുടർന്നാണ് രാഹുൽ ഗാന്ധി കോഴിക്കോട്ടേക്കുള്ള യാത്ര ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. പകരം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. യു.ഡി.എഫ് ക്യാമ്പ് വലിയ സർപ്രൈസുകളും ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നു. ഒരു ബസ് തന്നെ ഇവിടെ തയ്യാറാക്കി നിർത്തിയിരുന്നു. ഈ ബസ് തയ്യാറാക്കി നിർത്തിയിരുന്നത് വയറ്റിൽ കത്രിക കുടുങ്ങി സർക്കാരിനെതിരെ പോരാട്ടം നടത്തിയ ഹർഷിന, ഒപ്പം തന്നെ കുടുംബശ്രീ പ്രവർത്തകർ, അങ്ങനെ വിവിധ തലങ്ങളിലുള്ള സംഘത്തോടൊപ്പമുള്ള ഒരു യാത്രയാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്തിരുന്നത്. എന്നാൽ ഇതാണിപ്പോൾ ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ എത്തുകയാണെങ്കിൽ അദ്ദേഹം ഇതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഘത്തിനൊപ്പം യാത്ര ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ കരുതുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് നടക്കുന്ന ഈ ഒരു പരിപാടിയിൽ യു.ഡി.എഫിൻ്റെ കോഴിക്കോട് ജില്ലയിലെയും സമീപ ജില്ലകളിലെയും സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ പരിചയപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ ഇതേ വേദിയിൽ എത്തിച്ചായിരിക്കും യു.ഡി.എഫ് ക്യാമ്പ് അവരുടെ പ്രചാരണം സജീവമാക്കുന്നത്. അതേസമയം തന്നെ ഇടതുപക്ഷവും മലബാറിൽ അവരുടെ പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്.